ഉമ്മമാർക്കും ഉപ്പമാർക്കും ചെയ്യുന്ന സേവനങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ജനങ്ങളെ കാണിക്കുന്നവരെക്കുറിച്ചും സ്വന്തം ഭാര്യമാരെ ഒരുക്കി ചാനലുകളിൽ കാണിക്കുന്നവരെക്കുറിച്ചും എന്താണ് അഭിപ്രായം? ചോദിച്ചിരിക്കുന്നത് പരിഗിത് കുട്ടിയാണ്, മലപ്പുറത്ത് നിന്ന്. ഇപ്പോൾ അവരെക്കുറിച്ചൊന്നും പറയാൻ പാടില്ലാത്ത കാലം. അവർക്ക് തന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷനും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ സ്ത്രീകളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകളും ഉള്ള കാലമാണ്. വല്ലാത്ത കഷ്ടമാണ് കാര്യങ്ങൾ. ഞാൻ പറയുന്നത്, ഈ സ്ത്രീകളില്ലാതെ ഈ പുരുഷന്മാർ മാത്രം ഒറ്റയ്ക്ക് വീഡിയോ ഇട്ടാൽ അവർക്ക് എത്ര ലൈക്ക് കിട്ടുമെന്നതാണ്. അത് കുറവാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്നത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത് മറ്റൊന്ന്, പ്രായമായ വൃദ്ധരായ ഉമ്മയെയും വാപ്പയെയും പരിചരിച്ചിട്ട് ആ പരിചരണത്തെ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കുറേ സംവിധാനങ്ങൾ. ഉമ്മയും വാപ്പയും എൻ്റെ കണ്ണാണ്, എൻ്റെ കരളാണ്, ഉമ്മയുടെ പാട്ടൊക്കെ കയറ്റി ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഉമ്മാക്ക് കാല് ഞെക്കി കൊടുക്കുന്നു, ഉമ്മാക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു, എൻ്റെ ഉമ്മ എൻ്റെ ജീവൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? നിങ്ങൾ ഉമ്മയോടുള്ള ഇഖ്ലാസോടുള്ള സ്നേഹം കൊണ്ടാണോ ചെയ്യുന്നത്? വാപ്പയോട് അത്ര താല്പര്യമുള്ള ഇഷ്ടം കൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അത് എല്ലാവരും സ്വയം ചോദിക്കേണ്ടതാണ്. ഹൃദയം അറിഞ്ഞ് അമൽ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അത് കൂലിയുള്ളതാവുക. ജനങ്ങൾ എത്ര പേരത് കണ്ടാലെന്ത്, കണ്ടില്ലെങ്കിൽ എന്ത്? ഉമ്മയെ സ്നേഹിക്കുന്ന മോനാണ് എന്ന് ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലെന്ത്, പറഞ്ഞില്ലെങ്കിലെന്ത്? നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? അള്ളാഹുവിൻ്റെ അറശ് കുലുങ്ങുന്ന തരത്തിലുള്ള മാതൃസ്നേഹവും പിതൃസ്നേഹവുമാണ് മക്കളുടെ ഭാഗത്തുണ്ടാവേണ്ടത്. ഒരിക്കലും നമ്മുടെ കൈവെള്ളയിലിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ അത് കണ്ടു, ലൈക്ക് കിട്ടി എന്നതുകൊണ്ട് ദുനിയാവിൽ നിനക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ആഖിറത്തിൽ നിൻ്റെ ഖബർ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡ് വ്ളോഗായി കാണിക്കാൻ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആമീൻ.